വീണ്ടും ഇതാ ലഹരി ആരോപണത്തിൽ കുരുങ്ങുകയാണ് സിനിമാ മേഖല. ആലപ്പുഴയിൽ 2 കോടിയോളം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെയാണ് താരങ്ങൾക്കെതിരെ മൊഴിയുള്ളത്. അഭിനേതാക്കളായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവർക്ക് നിരോധിത ലഹരി വസ്തുക്കൾ വിറ്റിരുന്നു എന്നാണ് പിടിയിലായവരുടെ മൊഴി. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം നിർമ്മാതാക്കൾ നിരന്തരം ഉയർത്തുന്നതിനിടെയാണ് വീണ്ടും നടന്മാർ പ്രതിക്കൂട്ടിലാകുന്നത്. മുമ്പ് ലഹരിക്കേസിൽ ആരോപണ വിധേയനായ ശ്രീനാഥ് ഭാസിയും കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ട ഷൈൻ ടോം ചാക്കോയ്ക്കുമെതിരെയാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗം മുന്തിയ ലഹരി വസ്തു ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്നുവെന്ന എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് തീരദേശ റോഡിൽ ഓമനപ്പുഴയിൽ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് പരിശോധന നടത്തിയത്. എറണാകുളം രജിസ്ട്രേഷനുള്ള വാടക കാറിൽ നിന്നും 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് 2 ഇനം കനാബിസ്, അതായത് കഞ്ചാവിൻ്റെ 2 ഇനവും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതായത് തായ്ലാൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കേസിൽ ചെന്നൈ സ്വദേശി ക്രിസ്റ്റീന എന്ന് വിളിപ്പേരുള്ള തസ്ലിമ സുൽത്താൻ, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവർ പിടിയിലായി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലഹരിക്കടത്തിൽ ഇവർ സജീവമാണ്. MDMA പോലുള്ള ലഹരി വസ്തു ഉപയോഗിക്കുന്ന തസ്ലിമയ്ക്ക് സിനിമ ടൂറിസം മേഖലയിൽ ഇടപാടുകളുണ്ടെന്ന് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആലപ്പുഴ ബേസ് ചെയ്തുള്ള ആൾക്കാർ തന്നെയാണ്. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. മരുന്ന് നിർമ്മാണത്തിനും മറ്റുമായി മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിയമപരമായി കൃഷി ചെയ്യുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 1 ഗ്രാമിന് 10,000 രൂപ വരെ വിലയുണ്ട്. കേസ് കോടതിയിൽ തെളിയിക്കാനായാൽ പ്രതികൾക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.